ഗണേഷ്, കണ്ണൂരിൽ ഇന്ന് നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ജില്ലയിൽ മഴയുണ്ടോ? കണ്ണൂർ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷൻ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം നിർദ്ദേശിച്ചു. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളും ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിൽ കാലവർഷക്കെടുതിയിൽ കനത്ത നാശമാണ് ഉണ്ടായിട്ടുള്ളത്. 3 ദിവസം അതിശക്തമായി തുടരുന്ന മഴയിൽ അന്നൂര് കുണ്ടുകുളത്ത് നാരായണയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വീടിനു ചേർന്നുള്ള കിണറാണ് പുലർച്ചയോടെ താഴ്ന്നത്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കേളോത്ത് തൈവളപ്പിൽ സുരേന്ദ്രന്റെ ഓലക്കാരത്തി നാരായണയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു. ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേളോത്ത് റെയിൽവേ ഗേറ്റ് ഷാദുലി ജുമാ മുസ്ലിം മദ്രസ കെട്ടിടത്തിന്റെ ഷീറ്റ് താഴെ വീഴുകയും കെട്ടിടത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയും ചെയ്തു. കണ്ണൂർ കക്കാട് റോഡ് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടാണുള്ളത്. കണ്ണൂർ വളവട്ടൻപുഴ, പയ്യന്നൂർ പെരുമ്പുഴ എന്നിവയിൽ ജലനിരപ്പ് ഉയർന്നു. ജില്ലയിൽ പുനരധിവാസ കേന്ദ്രങ്ങളൊന്നും തുറന്നിട്ടില്ല. ശരി ഗണേഷ്, കണ്ണൂരിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തുടരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഓറഞ്ച് അലർട്ട് ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.